CPI മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് CPI ഒരുക്കിയിട്ടുള്ളത്. പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും വൃന്ദ കാരാട്ടും ഇപ്പോൾ പങ്കെടുക്കുകയാണ്. EP ജയരാജനെയും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി P രാജീവ് ഉൾപ്പെടെ ഉള്ള ആളുകളും അവിടെയുണ്ട്. MV ഗോവിന്ദൻ, EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അർച്ചന രവീന്ദ്രനാണ് തത്സമയം നമുക്കൊപ്പം അല്പസമയത്തിനകം അവിടെ നിന്ന് ചേരുക. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാനാകുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാമത്തെ ഓർമ്മ വാർഷികമാണ് ഇന്ന്. കോടിയേരി ഓർമ്മയായിട്ട് 2 വർഷം തികയുകയാണ്. കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ രാവിലെ റിപ്പോർട്ടറിനൊപ്പം നമ്മുടെ പ്രഭാത വാർത്തായാത്രയിൽ അതിഥികളായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ വിടവ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പരിസരങ്ങളിൽ നികത്താനാവാതെ തന്നെ തുടരുകയാണ്. കോടിയേരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ടാണ് കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ റിപ്പോർട്ടറിന്റെ മോർണിംഗ് ഷോയിൽ ചേരുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ EP ജയരാജനെയും വിനോദിനി ബാലകൃഷ്ണനെയും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ തന്നെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന്റെ വെങ്കല പ്രതിമ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും. വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇന്നിപ്പോൾ പയ്യാമ്പലത്തെ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുക. ഇപ്പോൾ MV ഗോവിന്ദൻ, P രാജീവ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ വൃന്ദ കാരാട്ട്, PK ശ്രീമതി തുടങ്ങിയവർ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ചടങ്ങിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലും മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനോടകം തന്നെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. അർച്ചന രവീന്ദ്രൻ അവിടെ നിന്ന് അല്പസമയത്തിനകം തത്സമയ വിവരങ്ങളുമായി നമുക്ക്